ഹലോ. 2, 3 ദിവസം ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ രാവിലെ എണീറ്റു. എൻ്റെ മകനെ രാവിലെ നേരത്തെയൊന്നും എണീറ്റില്ല. ഒരു 6:45-നൊക്കെ എണീറ്റു. എൻ്റെ മകനെയൊക്കെ റെഡിയാക്കി സ്കൂളിലേക്ക് വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാനിരുന്നു. ഇഡ്ഡലിയും ചായയാണ് കഴിക്കണത്. ചായയാണെങ്കിൽ പായസം പോലെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചിയും അമ്മയും പറഞ്ഞു, "നീ എനിക്ക് വേണമെങ്കിൽ നീ വെച്ച് കുടിച്ചൂടെ" എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞു. അപ്പോൾ ഞാനത് പിന്നെ കുറ്റം പറഞ്ഞില്ല. കഴിച്ച് കഴിഞ്ഞിട്ട് മിണ്ടാതെ എനിക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് KSFE പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് റെഡിയായി ഇറങ്ങി. ഞാൻ KSFE എത്തി. KSFE എത്തിയപ്പോൾ വണ്ടി അവർ സ്റ്റാഫുകളുടെ വണ്ടി നിരത്തി നിർത്തിയിരിക്കുകയായിരുന്നു. സ്ഥലമില്ല. പിന്നെ ഞാൻ ഒരറ്റത്ത് കണ്ട് എൻ്റെ ടൂ വീലർ കൊണ്ട് സൈഡാക്കി വെച്ചിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് KSFEയിലേക്ക് കയറി. അവിടെ KSFE ചിട്ടികളുടെ ബോർഡൊക്കെ കണ്ടോ, അത്രയും പൈസ അടയ്ക്കുകയാണെങ്കിൽ ഇത്രയും പൈസയൊക്കെ കിട്ടും, നമുക്ക് നല്ലതൊക്കെയാണ്. പക്ഷെ ഞാൻ വന്നത് അതിനൊന്നും അല്ല കേട്ടോ. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സ്വർണം പണയം വെച്ചതിൻ്റെ പലിശ അടയ്ക്കാനാണ് എന്ന് സന്തോഷത്തോടെ പറയട്ടെ. കാരണം എന്താ വെച്ചാൽ എൻ്റെ സ്വർണം പണയം വെച്ചതിൻ്റെ പലിശ ഒരു 5-6 മാസത്തെ പലിശ പെൻഡിങ് ഉണ്ട്. അത് അടയ്ക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ അതൊക്കെ അടച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. വേറെ പ്രത്യേകിച്ച് പോകാനൊന്നുമില്ല. ലോണൊക്കെ ഈ മാസം അടച്ചു കഴിഞ്ഞു. ബാങ്കിലൊന്നും പോകാനില്ല. അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോകാൻ വെച്ചു. വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് അവിടേക്ക് നേരെ പോയി. ഹസ്ബൻഡ് അവിടെ ആരുമില്ല. അതുകൊണ്ടായിരുന്നു ഞാൻ വീട്ടിൽ പോയി ഇരിക്കണത്. അപ്പോൾ തലേദിവസം ലൈറ്റ് ഇട്ട് വെച്ചതാണ്. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ആദ്യം പോയി ലൈറ്റ് ഓഫാക്കി. പിന്നെ മുറ്റമൊക്കെ അടിച്ചു ഒരു 11 മണിയൊക്കെ ആയപ്പോൾ 11 മണി സമയത്ത് മുറ്റമടിക്കുമ്പോൾ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞാൻ മുറ്റമൊക്കെ അടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പണികളൊക്കെ ചെയ്തു. തുണി തിരുമ്പി അങ്ങനെയൊക്കെ ചെയ്തു. അന്നേരം അപ്പോഴേക്കും ഒരു 12 മണി 12:15 ആയി. പിന്നെ ഇവിടെ വന്ന് കുറച്ച് പണിയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് നല്ല വിശന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊരു പുട്ടുണ്ടാക്കി കഴിച്ചു. പുട്ട് എനിക്ക് ഇത്തിരിയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കി കഴിച്ചു. അതിനിടയിൽ ഞാൻ റീൽസ് ചെയ്തു. വെറുതെ ഡ്രസ്സ് മാറ്റുന്നതിന് മുമ്പ് ഒരു റീൽസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒരു റീൽസും ചെയ്തു. റീൽസൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ് എനിക്കിപ്പോൾ വിശന്നത്. ഒരു 12:30 ആയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയില്ല. അതുകൊണ്ടാണ് പുട്ട് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചിങ്ങനെ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ കുളിക്കാമെന്ന് വിചാരിച്ചു. കുളിച്ചിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. കുളിച്ചു. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.